ഹലോ എവരിവൺ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്യുക ട്യൂട്ടലിങ്കിൽ എന്നുള്ളതാണ്. അപ്പം അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് ബാച്ചസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസിലോട്ടാണ് എത്തുന്നത്. ഇവിടെ ഞാനൊരു സാമ്പിൾ ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് 10A എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഞാൻ സാമ്പിളിന് വേണ്ടി ജസ്റ്റ് ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പം നമ്മൾ പുതിയ ബാച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ന്യൂ ബാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് വരിക. നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസിലാണ് അതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പം ഏത് ബാച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം 10ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിലുള്ള എ ബാച്ചാണോ, ബി ബാച്ചാണോ, സി ബാച്ചാണോ, 10ൽ ഒരുപാട് ബാച്ചുകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 10ൽ ഒറ്റ ബാച്ചുള്ളൂ, 9ൽ ഒറ്റ ബാച്ചുള്ളൂ, +1ൽ ഒറ്റ ബാച്ചുള്ളൂ എന്നുള്ള രൂപത്തിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ ബാച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ക്ലാസ് 10B എന്ന് പറയുന്ന ഒരു ബാച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ക്ലാസ് 10ൽ 3 ബാച്ച് ഉണ്ട് എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ ബാച്ചായിട്ടുള്ള ക്ലാസ് 10B ബാച്ചിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ സബ്ജക്റ്റ് വൈസിൽ നമുക്ക് ഇപ്പം നിങ്ങൾ PSC നടത്തുന്ന അല്ലെങ്കിൽ PSC കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സബ്ജക്റ്റ് വൈസ് ആയിരിക്കും അവിടെ ബാച്ചസുകൾ ഉണ്ടാവും. അപ്പം ഈവനിങ് ബാച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ മാത്തമാറ്റിക്സ് ബാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക്സ് ബാച്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കുള്ള ഒരു ഓപ്ഷനാണ് സബ്ജക്റ്റ് എന്നുള്ളത്. നമ്മളൊരു ട്യൂഷൻ സെൻറ്റർ മോഡലിലുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ബാച്ചിനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സബ്ജക്റ്റിനെ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ അത് ഫില്ല് ചെയ്യുന്നില്ല. അത് ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് ഫില്ല് ചെയ്യാം, വേണ്ടാത്തവർക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അടുത്തത് നമ്മൾ ഏത് ക്ലാസ് ആണ് അല്ലെങ്കിൽ ഏത് ലെവലാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 10ാം ക്ലാസ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 10th എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കേരള സ്റ്റേറ്റ് ബോർഡാണോ, അതൊക്കെ ഈ ട്യൂഷൻ കോച്ചിങ് സെൻറ്ററിനുള്ള ഓപ്ഷനാണ്. അപ്പം PSCക്കാർക്കാണെങ്കിൽ അതിൽ അതർ എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ സ്കൂൾ ട്യൂഷൻ സെൻറ്ററിൻ്റെ ആയതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കേരള സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കോച്ചിങ് സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു ബാച്ചിന് ക്ലാസ്സുകൾ ഉള്ളത് എന്നുള്ള ഡീറ്റെയിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ബാച്ച് എന്ന് പറയുന്നത് മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ബാച്ചാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യണം. അത്രയും ദിവസങ്ങളിൽ ക്ലാസ്സുകളുണ്ട്. ശനിയും ഞായറും ലീവാണ്. അപ്പം എൻ്റെ ബാച്ച് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. ഇനി അടുത്തത് സമയമാണ്. ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ആണ് ഈ ഒരു ബാച്ചിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിലാണ്. അപ്പം അത് ഞാനിവിടെ സാമ്പിളായിട്ട് എഴുതുകയാണ്. ഞാനൊരു വൈകുന്നേരം ഒരു 6:30 ടു ഒരു വൈകുന്നേരം 6:30 മുതൽ നമുക്ക് ഒരു 2 മണിക്കൂറാണ്. അപ്പം 8:30 വരെ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു ബാച്ചിൻ്റെ സമയക്രമം എന്ന് പറയുന്നത്. അപ്പം അതുകൂടെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ ഒരു ബാച്ചിന് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മന്ത്ലി എത്ര ഫീസാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ബാച്ചിന് ഒരു 1000 റുപ്പീസാണ് മന്ത്ലി അവരുടെ ഒരു ഫീസ് എന്ന് പറയുന്നത്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ തന്നെ എത്ര സ്റ്റുഡൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ ബാച്ചിൽ ഒരു 30 സ്റ്റുഡൻസാണ് ഈ ബാച്ചിൽ ഉള്ളതെങ്കിൽ ഞാനത് 30 എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ക്രിയേറ്റ് ബാച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിയേറ്റ് ബാച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നത്. നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ബാച്ചിൻ്റെ പേര് ക്ലാസ് 10B എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ 0 സ്റ്റുഡൻസ് ആണ്, കാരണം നമ്മൾ സ്റ്റുഡൻറ്റിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവരുടെ മന്ത്ലി ഫീ എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മാക്സിമം അവിടെ അതിൽ 30 സ്റ്റുഡൻ്റ് ആണുള്ളത്. ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 6 മുതൽ 8 വരെയാണ്. വൈകുന്നേരം 6 മുതൽ രാത്രി 8 വരെയാണ്. പിന്നെ മന്ത് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബാച്ചുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബാച്ചസ് പോയിട്ട് ക്രിയേറ്റ് ന്യൂ ബാച്ച് എന്ന് പറഞ്ഞിട്ട് +1 നമുക്ക് പുതിയ ബാച്ച് ക്രിയേറ്റ് ചെയ്യാം, +2 ക്രിയേറ്റ് ചെയ്യാം, 10ൽ തന്നെ നമുക്ക് അധിക ബാച്ചിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ഓരോ ബാച്ചുകളും നമ്മുടെ ട്യൂട്ടലിങ്കിൻ്റെ ഡാഷ്ബോർഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ഓരോ ബാച്ചും ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം.